ദൈവം ഒരു തീരുമാനം ഒരു വ്യക്തിയുടെ മേൽ വെച്ചിട്ടുണ്ടെങ്കിൽ നാം എത്ര ഒഴിഞ്ഞു മാറാൻ നോക്കിയാലും ദൈവത്തിന്റെ തീരുമാനം ആ വ്യക്തിയിൽ നിവർത്തിക്കുക തന്നെ ചെയ്യും. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം. ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിക്കും. സർവശക്തനായ ദൈവം മോശയോട് സംസാരിക്കുന്ന വചനങ്ങളാ ഞാൻ വായിച്ചത്. ദൈവത്തിന്റെ വലിയൊരു പദ്ധതിക്കായി മോശയെ തെരഞ്ഞെടുത്തു. ആ പദ്ധതി ദൈവം മോശയ്ക്ക് കൈമാറുവാൻ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പർവ്വതമുകളിൽ കത്തുന്ന മുൾപ്പടർപ്പിനകത്ത് സർവശക്തനായ ദൈവം ഇറങ്ങി വന്നു. ദൈവം മോശയോട് പറയുകയാണ്, നിന്നെ എനിക്ക് വേണം, നിന്നിലൂടെ ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകും, നിന്നിലൂടെ ജനലക്ഷങ്ങൾ വിടുവിക്കപ്പെടുവാനുണ്ടെന്ന് പറഞ്ഞപ്പോ തന്റെ ജീവിതത്തിന്റെ ബലഹീനത അവൻ ദൈവത്തിന് മുമ്പിൽ ചൂണ്ടിക്കാണിക്കും. കർത്താവേ, എനിക്ക് വാക്സാമർത്ഥ്യമില്ല, എനിക്ക് കഴിവില്ല, സ്ഫുടതയോടൊരു കാര്യം പറയുവാനുള്ള കരുത്തെനിക്ക്, ദയവായി എന്നെ വിട്ട് മറ്റൊരാളെ തിരഞ്ഞെടുത്തു. ദൈവം ഒരു തീരുമാനം ഒരു വ്യക്തിയുടെ മേൽ വെച്ചിട്ടുണ്ടെങ്കിൽ നാം എത്ര ഒഴിഞ്ഞു മാറാൻ നോക്കിയാലും ദൈവത്തിന്റെ തീരുമാനം ആ വ്യക്തിയിൽ നിവർത്തിക്കുക തന്നെ ചെയ്യും. എനിക്ക് വാക്സാമർത്ഥ്യമില്ല, എനിക്ക് പറയാനുള്ള കഴിവില്ലെന്ന് പറഞ്ഞപ്പോ ദൈവം മോശയോട് സംസാരിച്ച ഒരു സന്ദേശമാണ് ഇന്നത്തെ നമ്മളുടെ ദൂത്. ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും. ഇന്ന് വചനം കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവിനെ പറയാനും, നീ നിന്റെ ബലഹീനതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എനിക്ക് കഴിയത്തില്ല, എന്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നല്ല, നിനക്ക് കഴിയും. എവിടെ നിനക്ക് ബലഹീനതയുണ്ടോ അവിടെ ഞാൻ നിന്റെ കൂടെ. നീ അല്ല മുന്നോട്ട് പോകാൻ പോകുന്നത്, നിന്റെ കൂടെ ഞാൻ മുന്നോട്ട് വരും. ഞാൻ തരുന്ന ആലോചന പ്രകാരം നീ നിന്നു തന്നാ മതി. മോശയോട് ദൈവം പറയുകയാണ്, നിന്നിലൂടെ മാത്രമേ എനിക്ക് ആ ജനത്തെ വിടുവിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിന്നെ എനിക്ക് വേണം. ഞാൻ നിന്റെ വായോടുകൂടി. ഇന്ന് ഈ വചനം കേൾക്കുന്ന ചിലരോട് ദൈവം സംസാരിക്കും. ഒഴിഞ്ഞു മാറരുത്, നിന്നെ ദൈവത്തിന് വേണം. നിന്റെ ഏതു ബലഹീനതയ്ക്കും ദൈവം തുണ നിൽക്കും. ദൈവം നിന്റെ കൂടെ ഇരുന്ന്, നിന്റെ വായോടുകൂടെ ഇരുന്ന് നിനക്ക് ഉപദേശങ്ങൾ തന്ന് നിന്നെ മുന്നോട്ട് നയിക്കാൻ പോവാം. ഇനിയും നീ ഒരു പരാജിതനല്ല, ഇനിയും നീ പരിമിതികൾക്കകത്ത് ഒതുങ്ങുന്നവനല്ല. നിന്നിൽ പുതിയതെന്തോ സംഭവിക്കാൻ പോകും. നമുക്ക് ഈ ദൂതിനെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ബലഹീനതകൾ പറഞ്ഞ് ഞങ്ങൾ ഒതുങ്ങിപ്പോയെങ്കിൽ അങ്ങയുടെ ശബ്ദത്തിനായ പൊന്നുപാദത്തിൽ അടുത്തു വരിക. ഞങ്ങളുടെ വായോടുകൂടെ ഇരിക്കണം, ഞങ്ങളെ ഉപദേശിച്ച് വഴി നടത്തണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവം നിന്നോട് കൂടെ, ദൈവം നിന്നെ ഉപദേശിച്ച് വഴി നടത്തും. ഗോഡ് ബ്ലസ്.